ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള പലക ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ചേച്ചി കാണിച്ചു തരുന്നത് കേട്ടോ. ബേക്കറിയിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ. പണ്ടു കാലങ്ങളിലൊക്കെ ബേക്കറിയിൽ കിട്ടുന്ന മധുരം കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ റെസിപ്പി കുറേ കൂട്ടുകാർ ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയും പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും വാനില പൗഡറും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 3/4 മണിക്കൂർ നേരം ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഡോ തയ്യാറാവും കേട്ടോ. മാവ് നന്നായിട്ട് കുഴഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇത് എടുത്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഷേപ്പാക്കാം. ഇപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന ട്രേയിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് മാവ് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ വീണ്ടും ചെറിയ പീസസ് ആക്കിയിട്ട് ഒരേ അകലം പാലിച്ചിട്ട് ഈ ട്രേയിലേക്ക് നിറയെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ട്രേയിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരേ അകലം പാലിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതെല്ലാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് അകലം പാലിച്ച് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് നേരം പൊന്തി കഴിയുമ്പോൾ ഇത് ടച്ച് ചെയ്ത് പോവും. ഇനി നമുക്കിത് അരമണിക്കൂറിന് ശേഷം ഷേപ്പാക്കി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലക ബിസ്ക്കറ്റ് വളച്ചെടുക്കാം കേട്ടോ. പലക ബിസ്ക്കറ്റ് വളയ്ക്കുക എന്നാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നതിന് ഇവിടെ പറയുക. അപ്പോൾ നമ്മൾ ഈ ട്രേയിൽ നിന്ന് ഇത് വേറൊരു ട്രേയിലേക്ക് മാറ്റുവാണേ. മാറ്റുന്ന ട്രേയിൽ നമ്മൾ ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കണ്ടോളൂ, എന്നിട്ട് അതേപോലെ ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് അച്ചിലാണോ ചേച്ചി ഉണ്ടാക്കുക എന്ന്. പക്ഷേ ഇത് അച്ചിലല്ല ഉണ്ടാക്കുക, നമ്മൾ കൊണ്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക ചെയ്യുന്നത്. ഓരോന്നും ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ട് അത് അടുപ്പിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടുപ്പിച്ച് എല്ലാം ട്രേയിൽ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ഒരു അരമണിക്കൂർ നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം നോക്കൂ, നമ്മുടെ പലക ബിസ്ക്കറ്റ് ഇവിടെ ഷേപ്പാക്കി കഴിഞ്ഞു കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ കൂടുതൽ ട്രേ ഉണ്ടെങ്കിൽ അതേപോലെ എല്ലാം ഓരോ ട്രേയിലാക്കിയിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ട്രേ കവർ ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പലക ബിസ്ക്കറ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കണം. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. 180 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും കേട്ടോ. എന്നാൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യുന്നതോടെ പരിപാടി കഴിഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ റസ്ക്കൊക്കെ ഉണക്കുന്നത് പോലെ ഇത് ഒന്ന് ഉണക്കിയും കൂടെ എടുക്കണം കേട്ടോ. ഇത് വേവിച്ച് ആദ്യം ഇറക്കണം. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് ഓവനിൽ നിന്ന് ഇറക്കിയെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഏറ്റവും ചൂട് കുറച്ചിട്ട് ഒരു 140 ഡിഗ്രിയിൽ ഒരു 3/4 മണിക്കൂർ നേരം ഇത് ഓവനിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആവുക. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ കഴിയുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ചേച്ചിയോട് അറിയാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.